കായിക ലോകത്തിന് അത്ഭുതം സമ്മാനിച്ച വർഷം, ഒരിക്കലും സാധ്യമാകില്ലെന്ന് വിധി എഴുതിയതെല്ലാം മാറ്റിമറിച്ച വർഷം, ലോകമെങ്ങുമുള്ള കായിക പ്രേമികളെ വിസ്മയിപ്പിച്ച് കടന്നുപോവുകയാണ് 2025. ഫുട്ബോളിൽ നിന്ന് തുടങ്ങാം. ആരാധകരുടെ കിളിപാറിയ സീസണായിരുന്നു യൂറോപ്യൻ ഫുട്ബോളിൽ. റയൽ മാഡ്രിഡും ലിവർപൂളും ബാഴ്സലോണയും മാഞ്ചസ്റ്റർ സിറ്റിയുമെല്ലാം സൂപ്പർ താരനിരയുമായി കളന്നിറഞ്ഞു നിൽക്കുമ്പോൾ PSG ഏവരെയും ഞെട്ടിച്ചു. ചാമ്പ്യൻസ് ലീഗ് അടക്കം PSG ഷെൽഫിലെത്തിച്ചത് 6 കിരീടങ്ങൾ. ഫ്രഞ്ച് കപ്പും ഫ്രഞ്ച് സൂപ്പർ കപ്പും ലീഗ് വണ്ണും ചാമ്പ്യൻസ് ലീഗും യുഎഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പുമെല്ലാം PSG കൂടാരത്തിലെത്തി. ചരിത്രത്തിലാദ്യമായി ഫിഫ ലോകകപ്പ് മാതൃകയിൽ സംഘടിപ്പിച്ച ക്ലബ് ലോകകപ്പിൽ ഫൈനലിലെത്തിയെങ്കിലും ചെൽസിക്ക് മുന്നിൽ തോറ്റത് മാത്രമാണ് സീസണിൽ PSG നിരാശ. ഫുട്ബോളിൽ കിരീടം കാത്തിരുന്നവർക്കെല്ലാം കിരീടം നൽകിയ വർഷമാണ് 2025. ചാമ്പ്യൻസ് ലീഗിൽ ചരിത്രത്തിലാദ്യമായാണ് PSG കിരീടം നേടിയതെങ്കിൽ ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്നും ആദ്യ കിരീടത്തിൽ മുത്തമിട്ട വർഷം. ബയേൺ മ്യൂണിക്കിനൊപ്പം ബുണ്ടസ് ലീഗ ജയിച്ചെന്ന് മാത്രമല്ല 26 ഗോളുകളുമായി ഗോൾ വേട്ടയിൽ മുന്നിലെത്തി കെയ്ൻ പോയതോടെ ഗ്ലാമർ അല്പം കുറഞ്ഞ ടോട്ടനം ഹോട്ട്സ്പറും ഇത്തവണ ചാമ്പ്യന്മാരായി. യൂറോപ്പ ലീഗിൽ ടോട്ടനം ചരിത്രം കുറിച്ചു. 17 വർഷത്തിന് ശേഷമായിരുന്നു ടോട്ടനത്തിന്റെ കിരീട നേട്ടം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് ഫൈനലിൽ ടോട്ടനം മറികടന്നത്. ന്യൂകാസിലാകട്ടെ 70 വർഷത്തെ കിരീട വരൾച്ചയ്ക്കാണ് വിരാമമിട്ടത്. EFL കപ്പ് ഫൈനലിൽ കരുത്തരായ ലിവർപൂളിനെ തോൽപ്പിച്ചാണ് ചരിത്ര കിരീടം. തീർന്നില്ല. ക്ലബിന്റെ 119 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ കിരീടവുമായി ക്രിസ്റ്റൽ പാലസും 2025 അവിസ്മരണീയമാക്കി. FA കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് ക്രിസ്റ്റൽ പാലസ് തോൽപ്പിച്ചത്. കിരീടത്തിനായുള്ള 51 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ബൊളോഗ്ന AC മിലാനെ തോൽപ്പിച്ച് ഇറ്റാലിയൻ കപ്പും സ്വന്തമാക്കി. കാത്തിരിപ്പിന്റെ കയ്പുനീർ മാറ്റിയ പോരാട്ടങ്ങൾ ഫുട്ബോളിൽ അവസാനിക്കില്ല.